നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിനായുള്ള ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും. വൈകിട്ട് 3 മണിക്ക് AKG സെന്ററിലാണ് യോഗം. ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ സീറ്റ് വിഭജനം ഇന്ന് പൂർണ്ണമാകാൻ സാധ്യതയില്ല. ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക തയ്യാറാക്കുക, സീറ്റ് വിഭജനം പൂർത്തിയാക്കുക, ഇതാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട. സീറ്റുകൾ വെച്ചുമാറുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും. അതേസമയം സീറ്റുകളിൽ ധാരണയുണ്ടാക്കാനുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ സാധ്യതയില്ല. 2 സീറ്റുകൾ അധികം വേണമെന്ന ആവശ്യത്തിൽ CPI ഉറച്ചു നിൽക്കുകയാണ്. ചിറ്റൂർ സീറ്റ് നൽകാമെന്ന് JDS-നോട് CPIM ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തവണ മത്സരിച്ച ഒരു സീറ്റ് വെച്ചുമാറണമെന്ന ആവശ്യത്തോട് അനുകൂലമായല്ല അവർ പ്രതികരിക്കുന്നത്. ഇതിൽ യോഗത്തിൽ ധാരണയുണ്ടാകാൻ സാധ്യതയുണ്ട്. കേരള കോൺഗ്രസ്, കറിയ, കോൺഗ്രസ് എന്നിവർ സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. മുന്നണിക്ക് പുറത്തു നിൽക്കുന്ന ഫ്രാൻസിസ് ജോർജ് വിഭാഗത്തിന് നൽകേണ്ട സീറ്റുകളുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഇവർക്ക് ജയസാധ്യതയുണ്ടെന്ന് കരുതുന്ന സീറ്റുകളിൽ ചിലത് മറ്റു കക്ഷികളുടെ കയ്യിലിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റു കക്ഷികളുമായി ഇക്കാര്യം ഇന്ന് ചർച്ച ചെയ്യും. സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയായില്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം വീണ്ടും മുന്നണി യോഗം ചേരാനാണ് സാധ്യത. പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ വിലയിരുത്തലും ഇന്നത്തെ യോഗത്തിലുണ്ടാകും. സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.